ഹൈക്കോടതിയിൽ നിന്ന് കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ ഡോക്ടർ KS അനിൽകുമാർ സമർപ്പിച്ച ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയിരിക്കുന്നു കോടതി. ഷപ്ന ചേരുന്നു ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, കോടതി എന്തെങ്കിലും പരാമർശങ്ങൾ നടത്തിയോ? ഈ ഹർജി പിൻവലിക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്ത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ലക്ഷ്മി, ഈ ഹർജി പിൻവലിക്കും എന്ന് നേരത്തെ തന്നെ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഈ ഹർജി പരിഗണിച്ച വേളയിൽ കോടതിയിൽ ആദ്യം തന്നെ അഭിഭാഷകൻ ഈ ഹർജി പിൻവലിക്കുന്നതായി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കോടതി അനുമതി നൽകിയിരുന്നില്ല. കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ചില വാദങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് അംഗം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങളിലേക്ക് പോയിരുന്നു. സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗം R രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കോടതി പരാമർശിക്കുകയും ചെയ്തു. ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ജസ്റ്റിസ് DK സിംഗ് പറഞ്ഞു. ഹൈക്കോടതിയിലെ ഹർജിക്കാരനായ സിൻഡിക്കേറ്റ് അംഗത്തിന് ജഡ്ജിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ എങ്ങനെ ധൈര്യം വന്നു തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചോദിക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കടന്നത്. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ VC ആണ് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കോടതിയെ രജിസ്ട്രാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അറിയിച്ചു. തുടർന്ന് ഈ സസ്പെൻഷൻ പിൻവലിച്ച സാഹചര്യത്തിൽ ഈ ഹർജിക്ക് പ്രസക്തിയില്ല, കാരണം തന്നെ സസ്പെൻഡ് ചെയ്ത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് രജിസ്ട്രാർ കോടതിയെ സമീപിച്ചത്. സസ്പെൻഷൻ ഏതായാലും സിൻഡിക്കേറ്റ് പിൻവലിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ വീണ്ടും രജിസ്ട്രാറായി നിയമിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്തരം ഒരു ഹർജിക്ക് ഇനി നിയമപരമായി സാധുതയില്ല എന്ന് കണ്ടു തന്നെയാണ് കോടതി ഇപ്പോൾ പിൻവലിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ഇത് പിൻവലിക്കണം എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഈ സിൻഡിക്കേറ്റ് അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ചില വാദങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു അനുമതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഏതായാലും രജിസ്ട്രാർ നൽകിയ ഹർജി പിൻവലിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതി ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട്. VCക്കാണോ അല്ലെങ്കിൽ ഈ സിൻഡിക്കേറ്റിനാണോ ഇത്തരത്തിൽ ഈ സസ്പെൻഷൻ റദ്ദാക്കാനും അല്ലെങ്കിൽ തിരിച്ചു നിയമിക്കാനുമുള്ള നിയമപരമായ അവകാശം എന്നത് സംബന്ധിച്ച തർക്കം, അത് വേറെ ഹർജിയായിട്ടാണ് കോടതിയുടെ പരിഗണനയിൽ വരേണ്ടത്. ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ എത്തിയത് ഈ സിൻഡിക്കേറ്റ് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ രജിസ്ട്രാർ നൽകിയ ഹർജിയാണ്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് റദ്ദാക്കി അല്ലെങ്കിൽ തിരിച്ചെടുത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ആ ഹർജിക്ക് നിലനിൽപ്പില്ല. മറ്റ് നിയമവശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിനി കോടതിയുടെ പരിഗണനയ്ക്ക് വരേണ്ടതുണ്ട്. അങ്ങനെ തീർച്ചയായും അത് കോടതി വിശദമായ അഭിപ്രായം പറയേണ്ടുന്ന, കോടതിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനം വരേണ്ടുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഏതായാലും രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെതിരെ ഡോക്ടർ KS അനിൽകുമാർ സമർപ്പിച്ച ഹർജി പിൻവലിക്കാൻ കോടതി അനുമതി നൽകിയിരിക്കുന്നു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് കോടതി ഏതായാലും ഈ ഘട്ടത്തിൽ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ നമുക്കറിയാം, കേരള സർവകലാശാലയിൽ ഉടലെടുത്തിരിക്കുന്നത് അസാധാരണമായ ഒരു ഭരണ പ്രതിസന്ധിയാണ്. നിലവിൽ ഇപ്പോൾ 2 രജിസ്ട്രാർമാർ തന്നെ ഉള്ള ഒരു സ്ഥിതിയുണ്ട്. ആ ഘട്ടത്തിൽ ഏതായാലും കോടതിയുടെ ഭാഗത്ത് കാര്യങ്ങൾ എത്തിച്ചേരും, കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ വിധം ഒരു പ്രതിസന്ധിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഷപ്നയാണിപ്പോൾ വിവരങ്ങൾ പങ്കുവച്ചത് ലീഗൽ ഡെസ്കിൽ നിന്ന്.